ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് കുമ്പിളപ്പമാണ്. സാധാരണ നമ്മൾ ചക്കപ്പഴം കൊണ്ടൊക്കെയാണല്ലോ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇത് മത്തങ്ങ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇത് ഒരു മത്തങ്ങയുടെ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്. നല്ല വിളഞ്ഞ മത്തങ്ങ കേട്ടോ, അങ്ങനെയുള്ള മത്തങ്ങ ആയിരിക്കണം. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം, കുറച്ച് മതി, കാരണം നമുക്ക് മധുരം ചേർക്കാനുള്ളതാണല്ലോ. ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന നേരത്ത് നമുക്ക് ശർക്കരയൊന്ന് പാനിയാക്കിയെടുക്കാം. ഒരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഒന്ന് പാനിയാക്കിയെടുക്കാം. അപ്പം ശർക്കരയെല്ലാം നല്ലതുപോലെ അലുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മത്തങ്ങായും വെന്ത് കണ്ടോ, ഒട്ടും വെള്ളമില്ലല്ലോ. ഇനി ഇതൊന്ന് നല്ലതായിട്ട് ഉടച്ചെടുക്കണം. കണ്ടോ, നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ശർക്കര പാനി അരിച്ചൊഴിക്കാം. മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് വരട്ടിയെടുക്കണം. ആ ശർക്കര പാനിക്കകത്തിട്ട് ആ മത്തങ്ങ ഒന്ന് നല്ലതുപോലെ വരട്ടിയെടുക്കണം. മത്തങ്ങ ശർക്കര പാനിയിലിട്ട് നല്ലതുപോലെ വരട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ കട്ടയൊക്കെ ഉണ്ടോ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ആറിയിട്ടുണ്ട്. ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഏത് പൊടി വേണേലും എടുക്കാം, റവയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ പൊടിയോ. ഞാൻ പുട്ടുപൊടി എടുത്തതേ ഉള്ളൂ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ബാക്കി പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കുഴയ്ക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അല്ല ആവശ്യത്തിന് പൊടി ഇട്ടാൽ മതി. നമുക്ക് കുറച്ച് ഏലക്കായും ജീരകം എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഏലക്ക ജീരകം പൊടിച്ചത് കൂടി അതിലേക്ക് ചേർക്കാം. ഈ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇച്ചിരി നല്ലതായിട്ട് ഇടണം കേട്ടോ. ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ ചിരകിയതും കൂടെ അതിലേക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുക്കണം. ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് കുറച്ച് നേരം നമ്മൾ മൂടി വെക്കണം കേട്ടോ. അത് കഴിയുമ്പോഴത്തേന് ഇത് പുട്ടുപൊടിയെല്ലാം ആയതുകൊണ്ട് അതങ്ങ് കുതിർന്ന് കഴിയുമ്പോൾ വെള്ളമായി ഒട്ടും ഇല്ലാതാകും. ഞാനൊരു 5-6 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഉണങ്ങിയിരിക്കുന്നത്. നമുക്കിനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ചെറുത് ഒരു ലൂസായിട്ട് വേണം ഇരിക്കാൻ. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഉണ്ടോ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് ഇരുന്നെങ്കിലേ ഉള്ളൂ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയുള്ളൂ. നമ്മളൊരു കുഴച്ചൊരു 5-6 മണിക്കൂറെങ്കിലും വെച്ചെങ്കിൽ അതൊരു നല്ല പഞ്ഞി പോലെയാവും കുമ്പിളപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ. നമുക്കൊരിടയിലേക്ക് ഇതൊന്ന് ഇതുപോലെ കുമ്പിളാക്കിയെടുക്കാം. ഇതുപോലെ കുമ്പിൾ കൂട്ടിയെടുക്കാം. അതിൻ്റെ അകത്തോട്ട് വെച്ചാൽ മതി. അപ്പം പുറത്തോട്ട് പോവുകയില്ല. അല്ലെങ്കിൽ കുത്തി വേണേലും വെക്കാം പുറമെ. ഇതുപോലെ നമുക്ക് ഈ മാവെല്ലാം ഒന്ന് ഇടനയിലകത്താക്കി എടുക്കണം. കുമ്പിൾ കൂട്ടിയെടുക്കണം. നല്ല മഞ്ഞ കളറുള്ള മത്തങ്ങയായിരുന്നു, അതുകൊണ്ടാണ് നല്ല കളർ ഇതിന്. നമുക്കിതിലേക്ക് അടുക്കി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ 2 തട്ടിലായിട്ടാണ് വെക്കുന്നത്, വേകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്.
നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. കുമ്പിളപ്പം എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മത്തങ്ങ കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല പഴുത്ത മത്തങ്ങ ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പിളപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുമ്പിളപ്പാണിത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം.